ഹലോ ദീപയല്ലേ? ഓ എത്ര നാളായിടി സംസാരിച്ചിട്ട്. 7 കൊല്ലമെങ്കിലും ആയി കാണും അല്ലേ? സുഖമാണോ നിനക്ക്? ആ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പോൾ വിളിച്ചതേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാവരോടും പറഞ്ഞു, ഇനിയിപ്പോൾ നീയും കൂടെ അറിയാനുള്ളൂ. ഇനിയിപ്പോൾ നീ ആയിട്ട് എന്തിനാ അറിയാതിരിക്കുന്നത്? എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെയാണ്. പുള്ളി അങ്ങനെ മോശക്കാരനൊന്നുമല്ല, പക്ഷേ എല്ലാ നേരത്തും ഞാൻ ഇവിടെ അടുക്കളക്കാരിയായിട്ടുണ്ടായിരിക്കണം, അതാണ് പുള്ളിയുടെ പ്രശ്നം. ഇന്നലെ തന്നെ ഞാനുണ്ടല്ലോ അടുക്കള പണിക്ക് ഇടയ്ക്ക് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോളൂടി, അതിന് എൻ്റെ മുടിക്ക് പിടിച്ച് തള്ളിയേക്കുന്നു. എന്നെ സ്വഭാവമൊക്കെ അല്ലേ? ആ ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ വിളിച്ചതാ. ശരി എന്നാ. ആ എന്തോന്നടേ ഇത്? ലോകത്ത് ഏതെങ്കിലും പെമ്പിളാരെങ്കിലും ചെയ്യൂ? ഇത് വെള്ളം ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതിനാണ്. പോട്ടെ ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ ചേട്ടത്തിനോട് സംസാരിക്കാം. ഞാനൊന്ന് നോക്കാം. നീ നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ട്. വേണ്ടെങ്കി വേണ്ട. കോണം ചേട്ടനായി പോയി. വട വേണോടാ? വേണ്ട വേണ്ട, കടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതും തിന്നെന്ത് നമ്മളല്ലേ തിന്നും. ഞാനെന്നാ അങ്ങോട്ട് പോന്നു. ആളെ ഒറ്റയ്ക്കിരുന്ന് ആയി പറഞ്ഞു. അയ്യോ ചേച്ചി മതിയാക്കി ചേച്ചി. ചേച്ചി ഇങ്ങനെ നാട്ടുകാർ തോന്നുന്നു അളിയും കൊള്ളൂല എന്ന് പറഞ്ഞാലേ ലാസ്റ്റ് അളിയൻ കയറി തൂങ്ങും കേട്ടോ. നീ അതൊന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ട, നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. കുറച്ച് ചൂടുവെള്ളം ചോദിച്ചെന്ന് പറഞ്ഞിട്ടാണോ ചേട്ടത്തി ഈ കണ്ട പുകിലെല്ലാം ഉണ്ടാക്കുന്നേ? നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നിന്നെ ഇവൻ ചൂടും പോകുന്നു കൊള്ളാതെ വെച്ചേക്കുമല്ലേ. ഓ അത് വിട്, ചേട്ടത്തി വിചാരിക്കുന്ന പോലെ ചേട്ടൻ അത്ര മൂരാച്ചിയൊന്നും അല്ല. അത് പിന്നെ പുള്ളിക്കാരന്റെ മോൻ നോക്കി അറിഞ്ഞൂടെ? മൂരാഴ്ചകളെ മോൻ ഇങ്ങനെയൊന്നുമല്ല ചേച്ചി, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. നിങ്ങളൊന്ന് പോകാവോ? ഇന്നേ ദിവസം വരെ അങ്ങേരുടെ ഒരു കാര്യത്തിനും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അന്നേരം അങ്ങനെ പറയാ ഇപ്പൊ ഓസ്കാർ മേടിക്കാൻ പോവല്ലേ, ഒക്കാത്ത പണിക്ക് പോണോന്നൊക്കെ. ചേച്ചി എല്ലാ ദിവസം പോലെയാണ് ഇന്ന് അളിയൻ വന്നത്. ഒരു കുതിരയുടെ ചവിട്ട് വാങ്ങിച്ചോണ്ടാണ് വന്നത്. പാവം ചേച്ചി കുതിര ചവിട്ടിട്ടുണ്ടോ? എന്നെ എന്തിനാ കുതിര ചവിട്ടുന്നത്? അതാണ് ചേച്ചി, ഒരു കുതിര ചവിട്ടണമെന്ന് ഒരു ലോറി വന്ന് ഇടിക്കും പോലെ ഇരിക്കും. എന്നിട്ട് ഒരു ചൂടുള്ളല്ലേ അങ്ങനെ ചോദിച്ചോളൂ. അതിപ്പോ ചേട്ടൻ കുട്ടിക്കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ പണ്ട് ഡാൻസിന്റെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പോ എന്നോടും വന്ന് ചോദിക്കായിരുന്നു, നിനക്ക് ഇതുവല്ലോ അറിഞ്ഞിട്ടാണോ ഓസ്കാർ വാങ്ങിക്കാൻ പോവാണോന്നൊക്കെ. ഈ ആളിയെ ആരെങ്കിലും ഓസ്കാർ എന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കൂ. ഒന്ന് മിണ്ടാതിരിക്കോ ചേട്ടത്തി? ചേട്ടൻ എങ്ങനെയൊക്കെ പറയുന്നെങ്കിലും മനസ്സ് മൊത്തം ഓൾ ദ ബെസ്റ്റാ. പ്രോത്സാഹനം. ചേച്ചി അങ്ങനെ പെട്ടെന്ന് മനസ്സിലോട്ട് കൊടുക്കൊന്നും വേണ്ട. നമ്മൾ പോയതിനു ശേഷം ടൈം എടുത്ത് ആലോചിച്ച് മതി. അല്ലേടി പിങ്കി? അതെ, ആലോചിക്കട്ടാ. നമ്മൾ കൊള്ളാല്ലേ? പിന്നെ അല്ലാതെ. ഇത് കണ്ട, ഇതിനകത്തോട്ട് നോക്ക്. എനിക്കൊന്നും കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് കടകൾ തോറും കയറി ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് എൻ്റെ നിന്നെ ആടെ ഇങ്ങോട്ട് വിളിച്ചേ? ചുമ്മാ ഒരു രസം. രസം. നിന്നെ ഞാൻ ഊട്ടി കൊണ്ടുപോവാ. അങ്ങോട്ട് ചെന്ന് കയറി കിടും, അമ്മ ക്വാറന്റൈൻ ഇടും. 3 ചുരിദാർ വാങ്ങിച്ചു തരും, 3 എണ്ണം. ചുമ്മാ ഇങ്ങനെ ഭയങ്കര തള്ള. എടാ ഇവ അടി ഉണ്ടാക്കാൻ, വട കിട്ടാൻ വേണ്ടി അടി ഉണ്ടാക്കാൻ വേണ്ടി നടക്കണ. പിന്നെ ഞാൻ വട കിട്ടാ അങ്ങോട്ട് വാങ്ങിക്കും പ്ലീസ്. വാങ്ങിക്കും. നിങ്ങളോട് മാറി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വാട്ടർ ടാങ്ക് കഴുകാൻ പോകാനുള്ളതാ. അവന്റെ മണ്ടലൊക്കെ വലിഞ്ഞേറിയ ആൾക്കാരും അതാണ്. ആൾക്കാർ കാണണം, നാട്ടുകാരൊക്കെ അറിയണം ഇവിടുത്തെ പണിയെല്ലാം നിങ്ങൾ എന്നെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നതെന്ന്. അങ്ങോട്ട് തന്നെ. ഇല്ല, ഞാൻ തരൂല. നീ വരച്ചോണ്ടിരിക്കുമ്പോ ഒരു പൂഴി മണ്ണ് പോലും ഞാൻ വാരിയിട്ട് നിന്നെ നോവിക്കൂല. അതിങ്ങോട്ട് തരാൻ. ഇല്ല, നീ വിളിച്ചവരൊക്കെ വിളിച്ചിട്ട് പറ, ഞാൻ മൂരാശിയല്ലെന്ന് വിളിച്ച് പറ. പറയ് പ്ലീസ്. അതിന് ഞാൻ ആരെയും വിളിച്ചൊന്നും പറഞ്ഞില്ല. ആരെയും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? സത്യം. ആക്ടിങ് ആയിരുന്നാ? നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എനിക്കങ്ങനെ ചെയ്യാൻ അറിഞ്ഞൂടാണ്ടൊന്നല്ല കേട്ടോ. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ അന്ന് നാട്ടുകാർ മുഴുവൻ അറിയും. ഇത് കണ്ട ഇഷ്ടപ്പെട്ട? കുഴപ്പമില്ല, എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടും അത്. എന്നാലും ചേട്ടത്തി, ചേട്ടനെ മൂരാച്ചിന്ന് വിളിച്ച് ശരിയല്ല കേട്ടോ. അയ്യോ, എന്താണ് ഒരു കിണി? മറ്റേ ഒവലിന്റെ പടം ഓർത്ത് ചിരിച്ചതാ. എന്തിനു പടം? ഒവലിന്റെ. ചേട്ടനെ അവിടെ കൊണ്ട് എല്ലാരും ഭയങ്കരമായിട്ട് കാണിക്കുന്നു. ചേട്ടൻ അവിടെ കൊണ്ട് എല്ലാരും കാണിക്കുന്നത് ഭയങ്കര ശരിയാവും എല്ലാരും കൂടെ കിടന്നു. നീ ഇതൊന്ന് പിടിച്ചേ.
അങ്ങനെ അത് സെറ്റായി. ഇനി അളിയനെയും എൻ്റെ വെറി പിടിച്ച പെങ്ങളെയും കൂടെ തമ്മിലടിപ്പിച്ച സമാധാനം. അവൾക്ക് ഇച്ചിരി അഹങ്കാരത്തിൻ്റെ കൂടുതലാണ്.